जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ശ്രീല പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ്. അത് വോളിയം 7 കാര്യമാണ്. അത് ആഡഡ് പാസ്റ്റ് ടൈംസ് ആണ്. അപ്പം അതിൽ ശ്രീല പ്രഭുപാദ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. ലോകത്തിലെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ശ്രീല പ്രഭുപാദ് അവിടെ പോയി ഒരു ടോക്ക് കൊടുത്തിരുന്നു. അപ്പം ശ്രീല പ്രഭുപാദിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞാൽ ഇത് ഒരു മിസ്റ്റർ മാത്യൂസ് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം അദ്ദേഹം ഈ വൈഷ്ണവ സമ്പ്രദായത്തെക്കുറിച്ച് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ അദ്ദേഹമാണ് ശ്രീല പ്രഭുപാദിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പ്രഭുപാദിനെ ആദ്യമായിട്ട് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം, പബ്ലിക്കിന് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇത് ഹിന്ദുയിസത്തിൻ്റെ ഒരു മഹത്തായ ആചാര്യൻ എന്ന് പറഞ്ഞാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ തന്നെ പ്രഭുപാദ് അദ്ദേഹത്തിനെ അവിടെ വെച്ച് തിരുത്തുണ്ടായി. ഇത് ഹിന്ദുയിസം അല്ല, ഇത് ആത്മാവിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ് എന്ന് ശ്രീല പ്രഭുപാദ് ആ ഒരു സ്ഥലത്ത് വെച്ച് പറഞ്ഞു. അതിനുശേഷം പ്രഭുപാദ് തിരിച്ച് ആ ബോസ്റ്റൺ ടെമ്പിളിലേക്ക് വന്നു. അപ്പോൾ പിറ്റേ ദിവസം ഈ മിസ്റ്റർ മാത്യൂസ് പ്രഭുപാദിനെ കാണാൻ വേണ്ടി വന്നു, ആ സ്ഥലത്ത് വന്നു. അപ്പം അദ്ദേഹവുമായിട്ട് സംസാരിച്ച ചില കാര്യങ്ങൾ പ്രഭുപാദ് വളരെ ചെറുതായിട്ട് ആൻസർ പറഞ്ഞു, പക്ഷെ അത് വളരെ ആഴത്തിലുള്ള ആൻസറായിരുന്നു. അപ്പം അദ്ദേഹം വന്നപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പം എന്തിനാണ് നമ്മളെ ഗുരുവിനെ സമീപിക്കുന്നതെന്നുള്ളത് ശ്രീല പ്രഭുപാദ് പറഞ്ഞു. ശ്രീല പ്രഭുപാദ് ഒരു വ്യക്തിക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ അയാൾ ഗുരുവിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. പരമസത്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ ഒരാൾ ഗുരുവിൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞു. അതിനാണ് ഗുരുവിൻ്റെ ആവശ്യം എന്ന് പ്രഭുപാദ് അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോൾ പിന്നെ അദ്ദേഹം സംസാരിച്ച അദ്ദേഹത്തിൻ്റെ ഒരു തത്വം എന്ന് പറഞ്ഞാൽ ശ്രീല പ്രഭുപാദ് മാത്രമല്ല ആത്മീയ ആചാര്യന്മാർ, ഭാരതത്തിലുടനീളം പല പല ആത്മീയാചാര്യന്മാരുണ്ട്. അവരെല്ലാം പരിശുദ്ധരാണ്. ശ്രീല പ്രഭുപാദ് എല്ലാം ഒന്നാണ് എന്നുള്ളൊരു തത്വമാണ് മിസ്റ്റർ മാത്യൂസ് വച്ചിരുന്നത്. അപ്പം ശ്രീല പ്രഭുപാദ് അതിന് ഉത്തരം പറഞ്ഞത്, പലരും അവരുടെ സ്ഥലത്ത് തന്നെ നിന്നിട്ട് ആരെങ്കിലും അവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ ശ്രീല പ്രഭുപാദ് പറഞ്ഞ ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോയി ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു യഥാർത്ഥ ആത്മീയാചാര്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരെങ്കിലും തൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാമെന്നല്ല വിചാരിക്കുന്നത്. അദ്ദേഹം ലോകമെമ്പാടും സഞ്ചരിച്ച് ഈശ്വരനെ കുറിച്ചുള്ള ജ്ഞാനം കൊടുക്കാനായിട്ട് ശ്രമിക്കും. അതാണ് യഥാർത്ഥ ആത്മീയാചാര്യൻ എന്ന് പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, ഗുരു ഈസ് നോട്ട് എ കമ്മോഡിറ്റി. ഇപ്പം ഇന്ത്യയിൽ പല സ്ഥലത്തും ഇപ്പോഴും ഉള്ളത് ഒരു ഫാമിലി ഗുരു എന്ന് പറഞ്ഞൊരിതുണ്ട്. ഒരു ഫാമിലിക്ക് ഒരു ഗുരുവിനെ സെലക്ട് ചെയ്ത് എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇത് ഗുരുവാണ്. പക്ഷെ അങ്ങനെ അത് ഫൂളിഷ്നെസ് ആണെന്ന് ശ്രീല പ്രഭുപാദ് പറഞ്ഞു. ഗുരു ഇസ് നോട്ട് എ പെറ്റ്, ഗുരു ഇസ് നോട്ട് എ കമ്മോഡിറ്റി എന്ന് ശ്രീല പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ പിന്നെ അടുത്ത മാത്യൂസിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഡിറ്റാച്ച്ഡ് ആവണമെന്നില്ല. അയാൾ ഏത് വസ്ത്രത്തിലിരുന്നാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യണം എന്നില്ല എന്നാണ് മാത്യൂസിന്റെ ഇത്. അപ്പൊ ശ്രീല പ്രഭുപാദ് പറഞ്ഞത്, സന്യാസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പൂർണ്ണമായിട്ട് ഈശ്വരനടുത്ത് സമർപ്പിച്ച് സേവനം ചെയ്യുന്നത്, അയാളുടെ സമയവും ഊർജവും ഈശ്വരന് സേവനം ചെയ്യുന്നതിനെയാണ് സന്യാസം എന്ന് പറയുന്നത്. അല്ല ആ ഡ്രസ്സിനല്ല ഇമ്പോർട്ടൻസ്, ആ ഒരു പൂർണ്ണ ഡെഡിക്കേഷനിലാണ് ഇമ്പോർട്ടൻ്റ്. അതാണ് സന്യാസം എന്ന് ശ്രീല പ്രഭുപാദ് പറഞ്ഞു. അപ്പം മാത്യൂസിന് പക്ഷെ അതിൻ്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, അല്ല നമ്മൾ ഡിറ്റാച്ച്ഡ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പൊ പ്രഭുപാദ് പറഞ്ഞു, നമ്മൾ ഡിറ്റാച്ച്ഡ് ആയില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സഞ്ചരിക്കുമ്പോൾ ആ ധനം നമ്മൾ ഫാമിലിക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ നമുക്ക് നിൽക്കേണ്ടി വരും. അപ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് എഫക്റ്റീവായിട്ട് പ്രീച്ച് ചെയ്യാൻ പറ്റത്തില്ല. പ്രീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ്സിന് ഒരു വ്യക്തി ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. പക്ഷെ അത് ഡ്രസ്സിലല്ല, അയാൾ പൂർണ്ണ ഡിറ്റാച്ച്ഡ് വ്യക്തി ആയിരിക്കണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ എത്ര പറഞ്ഞാലും മാത്യൂസിന് അത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മാത്യൂസ് വീണ്ടും അത്
തർക്കിക്കുകയാണ്, അതിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് മാത്യൂസ് വാച്ച് നോക്കിയിട്ട് ഇങ്ങനെ പ്രഭുപാദിനോട് പറഞ്ഞു, പ്രഭുപാദ് എനിക്ക് വേഗം പോകേണ്ടതുണ്ട്, എന്റെ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകൾ വരും, എന്റെ വൈഫ് കാത്തിരിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞിട്ട് എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഇറങ്ങി. അന്നേ പ്രഭുപാദ് ആ സമയത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദിസ് പ്രൂവ്സ് മൈ പോയിന്റ് എന്ന് പറഞ്ഞു. ഇത് എന്റെ പോയിന്റിനെ പ്രൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം വെച്ചാല് അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോയി അത് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഈ ആത്മീയകാര്യത്തിന് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് ഇരിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അതാണ് പ്രഭുപാദ് പറഞ്ഞത്, ഡിറ്റാച്ച്ഡ് പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹത്തിന് പ്രീച്ചിങ് വളരെ എളുപ്പമായിരിക്കും എന്ന് പ്രഭുപാദ് അങ്ങനെ ആ രീതിയിൽ സ്ഥാപിക്കുകയുണ്ടായി.